Reflex Tech വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു പ്രീ ബോർഡാണ്. അതായത് ഒരു 2.1 ന് പറ്റിയ ഒരു പ്രീ ബോർഡാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് നമ്മൾ പ്രീ ബോർഡിന് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വന്നിരിക്കുന്നത് ഒരു ബേസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു ട്രെബിൾ വരുന്നുണ്ട്, അതുകൂടാതെ സബ് വൂഫറിൻ്റെ ഒരു വോളിയം വരുന്നുണ്ട്, പിന്നെ കൂടാതെ ലെഫ്റ്റ് റൈറ്റ് 2 ചാനലിൻ്റെ വോളിയം കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഇതിനകത്ത് സബ് വൂഫറിൻ്റെ പ്രിയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു ബോർഡിൽ തന്നെ ടോട്ടലി നമുക്ക് ലെഫ്റ്റ് റൈറ്റും അതുപോലെ തന്നെ ലോ ഫ്രീക്വൻസിയും നമുക്ക് ഇതിനകത്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. ഈ കൺട്രോളുകളൊക്കെ നമ്മൾ ബോർഡ് മേടിക്കുമ്പോൾ കിട്ടുന്നതല്ല, ഇതിപ്പോൾ സെപ്പറേറ്റ് ഫിറ്റ് ചെയ്തതാണ്. ഇതിപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു ചെറിയ കൺട്രോൾ ഇതിനകത്ത് മേടിക്കാൻ കിട്ടുന്നതാണ്, നമുക്ക് ഫിറ്റ് ചെയ്യാം. ഈ ബോർഡ് മാത്രമാണ് വരുന്നത്. ഈ കൺട്രോളുകളെല്ലാം വോളിയം കൺട്രോളെല്ലാം നമ്മൾ സെപ്പറേറ്റ് ഇതിനകത്ത് പിടിപ്പിച്ചിരിക്കുന്നതാണ്. ഇതിനകത്ത് ബേസും ട്രബിളിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന IC എന്ന് പറയുന്നത് NEC ആണ്, ജപ്പാൻ്റെ. അത് C1892Ct. ഇതാണ് ഇതിനകത്ത് 2 ചാനലിന് വന്നിരിക്കുന്ന IC ആയിട്ട് ബേസും ട്രബിളിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന IC. സബ് വൂഫറിന് വേണ്ടി ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു SMD ടൈപ്പ് IC ആണ്. അത് വന്നിരിക്കുന്നത് PT2351 ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ ബോർഡിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് കേൾക്കാൻ നല്ലൊരു ബേസും ട്രബിളൊക്കെ നല്ലൊരു ക്ലിയർ ആയിട്ടുള്ളതാണ്. നല്ല സോഫ്റ്റ് ബേസും അതുപോലെ തന്നെ ട്രബിളും നല്ലൊരു ട്രബിളാണ്. സബ് വൂഫറിനും നല്ലൊരു ഗെയിനും കാര്യങ്ങളുണ്ട്. പിന്നെ ടോട്ടലി കുറച്ച് ഗെയിൻ കുറവുണ്ട്. അതിന് നമ്മൾ ഗെയിൻ കുറവുള്ളവർക്ക് മാത്രമാണ് അത് വെക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് സ്റ്റീരിയോ ചാനലിന് വേണ്ടിയിട്ട് ICകൾ ഉപയോഗിക്കാം, അതുപോലെ തന്നെ ട്രാൻസിസ്റ്റർ ഉപയോഗിക്കാം. സബ് വൂഫറിന് ആമ്പിന് വേണ്ടി നമ്മൾ കൂടുതലും മോസ്ഫെറ്റ് അല്ലെങ്കിൽ STK ICകളൊക്കെ ഉപയോഗിക്കേണ്ടതാണ് കുറച്ചുകൂടി ബേസ് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് ഗെയിൻ കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു ഗെയിനർ മേടിക്കാൻ കിട്ടും. ഈ ഗെയിനറിൽ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് ഔട്ട്പുട്ട് വരും. ഇത് ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനും നമുക്ക് ഇതിലെ വഴി സാധിക്കുന്നതാണ്. ഇതിൽ ഡ്യുവൽ സപ്ലൈന 12012 തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിക്കേണ്ടത്. ഇങ്ങനത്തെ ഒരു ഗെയിനർ ഉപയോഗിച്ചാലും നമുക്ക് ഇതുവഴി കുറച്ച് ഗെയിൻ കൂട്ടി കിട്ടാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളും നോക്കാം, അതുപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് യൂണിവേഴ്സിൽ ഇറക്കിയിരിക്കുന്ന 2.1 BT ബോർഡ് വന്നിരിക്കുന്നത്. ഇതിൽ ഈ ഭാഗത്ത് നമ്മൾ സപ്ലൈ ആണ്. സപ്ലൈ വന്നിരിക്കുന്നത് സിംഗിൾ സപ്ലൈ ആണ്. ഇത് പ്ലസ് ഇത് മൈനസ് 12 വോൾട്ടാണ് നമുക്ക് DC വോൾട്ട് ഇതിനകത്ത് കൊടുക്കേണ്ടത്. പിന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇത് വോളിയാണ്, 2 ചാനലിൻ്റെ വോളിയം, ഇത് സബ് വൂഫറിൻ്റെ വോളിയം, പിന്നെ അതുകൂടാതെ ഇതിൻ്റെ ബേസ് ട്രബിള്. ഇതാണ് ഈ 3-4 കൺട്രോൾ വന്നിരിക്കുന്നത്. പിന്നെ ഈ കൺട്രോൾ വന്നിരിക്കുന്നത് വെച്ചാൽ നമുക്കൊരു സറൗണ്ട് എഫക്റ്റും കൂടിയും കൂടുതൽ കിട്ടാവുന്ന രീതിയിലാണ്. ഇതിലൊരു ജമ്പർ കാണാൻ, നിങ്ങൾക്ക് ഈ ജമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് ഇടുകയാണെങ്കിൽ നമുക്കിത് തിരിക്കും തോറും ഇതിനകത്തൊരു കൺട്രോൾ വെച്ചതിന് ശേഷം നമുക്കൊരു സറൗണ്ട് എഫക്റ്റ് കൂടുതൽ കിട്ടും. പിന്നെ നമുക്ക് USB പാനലിലേക്ക് വേണ്ടിയുള്ള ഒരു 5 വോൾട്ട് ഇതിനകത്ത് പ്ലസും മൈനസും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്താണ് ഇതിൻ്റെ ഇൻപുട്ട് വന്നിരിക്കുന്നത്. ഇത് ലെഫ്റ്റ് റൈറ്റ് ഇത് കോമൺ, അങ്ങനെ ഇൻപുട്ട് ലെഫ്റ്റ് റൈറ്റും കോമൺ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. ഇത് സബ് വൂഫറിലേക്കുള്ള പ്ലസും അതുപോലെ തന്നെ കോമൺ ആണ് വന്നിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ലെഫ്റ്റ് റൈറ്റ് ചാനലാണ്. ആ ലെഫ്റ്റ് റൈറ്റിനും സബ് വൂഫറിനും വേണ്ടിയിട്ട് ഒരു കോമൺ ആണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് 2 രീതിയിലുള്ള വയർ ഉപയോഗിച്ചെടുക്കാം. ഷീൽഡ് വയർ ഉപയോഗിച്ച് നമുക്ക് സബ് വൂഫറിന് വേണ്ടിയിട്ട് ഒരു കോമണും ഒരു പ്ലസ് എടുക്കാം, അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റും ഒരു കോമണും ഇതിൽ നിന്ന് എടുത്ത് അങ്ങനെ 2ലേക്കും കൊടുക്കാം. സബ് വൂഫറിൻ്റെ ആംപ്ലിഫയറിലേക്കും 2 ചാനലിലേക്ക് വേണ്ടിയിട്ടുള്ള രീതിയിൽ കൊടുക്കാം. പിന്നെ കൊടുത്തിരിക്കുന്നതാണ് ഇതിനകത്ത് ഒരു ബാലൻസ് ആണ്. ഈ ബാലൻസ് നമ്മൾ ലെഫ്റ്റ് റൈറ്റിൽ ചാനൽ വോളിയം കൂടുതലോ കുറവ് വേണമെന്നുണ്ടെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനാണ്. ഇതിപ്പോൾ കിടക്കുന്നത് സെൻറ്ററിലാണ്. ഇത് തിരിക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. ഇതാണ് ബേസും ട്രബിളിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന IC. ഇത് വന്നിരിക്കുന്നത് NEC ജപ്പാനാണ്. ഇതിനകത്ത് IC നമ്പർ വന്നിരിക്കുന്നത് C1892Ct എന്ന് പറയുന്ന നമ്പറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ സബ് വൂഫറിന് വേണ്ടിയാണ് ഈ SMD ടൈപ്പ് IC ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് PT2351 ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് SMD ടൈപ്പാണ്. പിന്നെ ഈ ബോർഡിൽ ഡബിൾ സൈഡ് പ്രിൻറ്റിംഗ് ആണ്. ഈ സൈഡും നമുക്ക് പ്രിൻറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഈ സൈഡും പ്രിൻറ്റിംഗ് ഉണ്ട്. അതത്ര ചെറുതാക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഡബിൾ സൈഡ് പ്രിൻറ്റിംഗ് കൊടുക്കുന്നത്. ഇതാണ് ഗെയിനർ എന്ന് പറയുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന IC എന്ന് പറയുന്നത് TL072 ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും, കാരണം ഇതിനകത്ത് 2 ഗെയിനറാണ്, ലെഫ്റ്റ് റൈറ്റിൻ്റെ 2 ഗെയിനറാണ്. പിന്നെ ഇതിനകത്ത് സപ്ലൈ എന്ന് പറയുന്നത് 12012 ആണ്. ഇത് പ്ലസ് മൈനസ് നമുക്ക് കൊടുക്കാം. പിന്നെ ഒരു ഗ്രൗണ്ട് പോർഷനാണ്, അപ്പോൾ അതുകൊണ്ട് പ്ലസ് ഡ്യുവൽ സപ്ലൈ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. ഇത് ലൈൻ ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ലെഫ്റ്റ് റൈറ്റ് ഔട്ട് കൊടുക്കാം. നമുക്ക് മെയിൻ മാസ്റ്റർ വോളിയത്തിൽ നിന്നോ അല്ലെങ്കിൽ മാസ്റ്റർ വോളിയം വെക്കുന്നുണ്ടെങ്കിൽ മാസ്റ്റർ വോളിയത്തിൽ നിന്ന് അതിലും കൊടുക്കാം. ഇതിനകത്ത് ഇൻപുട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഔട്ട് എടുത്ത് നമ്മുടെ ഈ പറഞ്ഞ പോലെ BT ബോർഡിലേക്ക് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് എത്രത്തോളം ഗെയിൻ വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രീസെറ്റ് വഴി നമുക്ക് കൂട്ടുവാനും കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാ കണക്ഷനും കൊടുത്തിട്ടുണ്ട്. ഇത് നോർമൽ നമുക്ക് കടകളിൽ മേടിക്കാൻ കിട്ടുന്ന ഒരു USB പാനലാണ്. ഇതിനകത്ത് 5 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ 5 വോൾട്ട് എടുത്തിരിക്കുന്നത് നമ്മൾ ഈ BT ബോർഡിൽ നിന്നാണ്. ഇതിനകത്ത് സെപ്പറേറ്റ് ഒരു 5 വോൾട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെടുത്തതിന് ശേഷം നമ്മൾ 5 വോൾട്ട് USB പാനലിലേക്ക് കണക്ട് ചെയ്തു. ഇതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഔട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്, ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഔട്ട്. അത് നമ്മൾ ഔട്ട് എടുത്തതിന് ശേഷം ഇത് ഈ റോട്ടറി സ്വിച്ചിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. ഇതിൽ 2 ഓക്സിലറിയും കൂടി നമ്മൾ അഡീഷണൽ ചെയ്തിട്ടുണ്ട്, കൂടാതെ പെൻ ഡ്രൈവും.
അതിനുശേഷം 3 ഇൻപുട്ടാണ് നമ്മൾ ഇതിനകത്ത് വരുന്നത്. ആ 3 ഇൻപുട്ട് വന്നതിന് ശേഷം ഇതിനകത്തുള്ള മെയിൻ ഔട്ട് എടുത്ത് നേരെ ഈ കേബിൾ വന്നിരിക്കുന്നത് നേരെ മാസ്റ്റർ വോളിയത്തിലേക്കാണ്. ഈ മാസ്റ്റർ വോളിയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മാസ്റ്റർ വോളിയത്തിൽ ഈ 2 വോളിയം, അതായത് ലെഫ്റ്റ് റൈറ്റ് ചാനലിൻ്റെ വോളിയം സബ് വൂഫറിൻ്റെ വോളിയം നമുക്ക് ഇതുവഴി ഒറ്റയടിക്ക് കൂട്ടുവാനും കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ മാസ്റ്റർ വോളിയം കൊടുത്തിരിക്കുന്നത്. മാസ്റ്റർ വോളിയത്തിൽ നിന്ന് നേരെ വന്നിരിക്കുന്നത് ഇതാണ്. ഇത് ഗെയിനറിലേക്ക് കയറി ഈ ഗെയിനറിൽ വന്നതിന് ശേഷമാണ് ഇതിൻ്റെ ഔട്ട് വന്നിരിക്കുന്നത്. ഇനിയുള്ള കണക്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബോർഡ് വർക്ക് ചെയ്യുന്നത് 12012 ആണ്. പവർട്രിക്കിൻ്റെ ഗെയിനർ ഉപയോഗിച്ചിരിക്കുന്നത് 12012 ഉപയോഗിച്ചിരിക്കുന്നത്. മാസ്റ്റർ വോളിയത്തിൽ നിന്ന് ഇൻപുട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ ഗെയിനറിൻ്റെ ഔട്ട് എടുത്ത് നേരെ ഈ BT ബോർഡിൻ്റെ ഇൻപുട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. ഇൻപുട്ടിൽ ലെഫ്റ്റ് റൈറ്റ് നമ്മൾ കണക്ഷൻ കൊടുത്തു. അതിനുശേഷം ഈ കാണുന്നതാണ് ലെഫ്റ്റ് റൈറ്റ് ഔട്ട്. അതുപോലെ തന്നെ സബ് വൂഫറിൻ്റെ ഗ്രൗണ്ട് കോമൺ ആണ്. നമ്മൾ 2 ഷീൽഡ് വയർ എടുത്തതിന് ശേഷമാണ് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ചാനലും സബ് വൂഫറിൻ്റെ ഔട്ടും ഇതിൻ്റെ മെയിൻ ആംപ്ലിഫയർ ബോർഡിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഈ ബോർഡിൽ നോക്കിയാൽ അറിയാം, ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആദ്യം കാണുന്നതാണ് ഇതിൻ്റെ സ്റ്റീരിയോ ചാനലിൻ്റെ വോളിയം, പിന്നെ സബ് വൂഫറിൻ്റെ വോളിയം, ബേസ്, ട്രബിൾ, ഇത്രയൊക്കെയാണ് ഈ ബോർഡിൽ വരുന്നത്. ഈ പ്രീസെറ്റിലും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന 2 പ്രീസെറ്റും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഗെയിനർ വഴിയും കൊടുത്തു നോക്കാം, ഇല്ലാതെയും കൊടുത്തു നോക്കാം. നിങ്ങൾക്ക് വ്യത്യാസം അറിയാൻ സാധിക്കും. ഇപ്പോൾ നമ്മളെല്ലാം പവർ ഓൺ ചെയ്ത് എല്ലാവരും കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മാസ്റ്റർ വോളിയത്തിലേക്ക് കയറിയതിന് ശേഷം നമ്മുടെ ഗെയിനറിൽ കയറി അതിൻ്റെ ഔട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. മാസ്റ്റർ വോളിയം കുറച്ച് കൂട്ടി നോക്കാം. ഇത് സ്റ്റീരിയോ ചാനലിൻ്റെ വോളിയാണ്. ഇതിൻ്റെ ബേസ്, ട്രബിൾ. ഇത് സബ് വൂഫറിൻ്റെ വോളിയം കൂട്ടി നോക്കാം. ഇനി നമുക്ക് ഗെയിനർ ഇല്ലാതെ കൊടുത്തു നോക്കാം. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അത് ചെറിയൊരു വോളിയം ഡിഫറൻസാണ് കാണിക്കുന്നത്. നമുക്കൊരു മീഡിയം വോളിയം മതി എന്നുണ്ടെങ്കിൽ ഇത് മതി. കുറച്ചധികം ഇതിൻ്റെ ഫുൾ പെർഫോമൻസ് ആംപ്ലിഫയറിന് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഗെയിനർ വെച്ചാൽ നന്നായിരിക്കും. ഇനി നമുക്ക് ഗെയിനർ വഴി കൊടുത്തു നോക്കാം. ഈ ബോർഡിൽ വന്നിരിക്കുന്ന ഡീറ്റെയിലുകളും അതുപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റി നിങ്ങൾ കേട്ടിരിക്കും. ഇത് ചെയ്യാനും വളരെ എളുപ്പമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ളൊരു വയറിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. നമുക്ക് ഫ്രണ്ട് പാനലിൽ ഡയറക്റ്റ് ഫിറ്റ് ചെയ്യാവുന്നതാണ്. നല്ല രീതിയിലുള്ളൊരു PCBയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൻ കാണാം. അത് അമർത്തിയാലാണ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.